സന്ദീപ് വാര്യരെ കോൺഗ്രസിലെടുത്ത തീരുമാനം അനവസരത്തിലെന്ന് തുറന്നടിച്ച് മുതിർന്ന നേതാവ് VS വിജയരാഘവൻ. ഇത് BJPക്കാണ് ഗുണമുണ്ടാക്കിയത്. അഭിപ്രായ വ്യത്യാസം മറന്ന് BJP ഒറ്റക്കെട്ടായി. സന്ദീപ് കോൺഗ്രസിൽ ചേർന്ന കാര്യം വാർത്തയിൽ നിന്നാണ് അറിഞ്ഞത്. മുതിർന്ന നേതാക്കളെ അവഗണിച്ചുവെന്നും കൂടിയാലോചനകൾ നടത്തിയില്ല എന്നും വിജയരാഘവൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. വോട്ടിംഗ് പെർസെന്റേജ് കാര്യമായിട്ട് കുറഞ്ഞിരിക്കുന്നു. ഇത് ഏത് തരത്തിൽ ഏത് മുന്നണിയെ ബാധിക്കും? ഇപ്പോഴത്തെ സ്ഥിതിയിൽ 23-ാം തീയതി വരെ പറയാൻ പറ്റുള്ളൂ. ആരെ ബാധിക്കുന്നത് 23-നെ പറയാൻ പറ്റുള്ളൂ. ആവശ്യമില്ലാത്തൊരു തിരഞ്ഞെടുപ്പുണ്ടായി എന്നുള്ളത് ജനങ്ങളുടെ അടുത്ത്. അതാണ് പോളിംഗ് പെർസെന്റേജ് കുറയാൻ കാരണം. അതൊരു കാരണങ്ങൾ, പല കാരണങ്ങളിലും ഒരു കാരണമാണ്. രാഹുൽ ജയിക്കുമെന്ന് കരുതുന്നുണ്ടോ? രാഹുൽ ജയിക്കും, ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. രാഹുൽ ജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ BJP നേതാവ് സന്ദീപ് വാര്യരെ കോൺഗ്രസ് സ്വീകരിക്കുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ? അത് 23-ാം തീയതിക്ക് ശേഷം കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ വന്നത്, ഞാൻ 25 കൊല്ലം DCC പ്രസിഡൻ്റായിരുന്നു. 15 കൊല്ലം ഈ നിയോജകമണ്ഡലം ഉൾപ്പെടെയുള്ള ഇതിൽ MP ആയിരുന്നു. വരുന്നതൊന്നും ഞാൻ TV കണ്ടതല്ലാണ്ട് എന്നോട് ആരും അതിനെ പറ്റിയിട്ട് അഭിപ്രായത്തോടെ ചോദിച്ചിട്ടില്ല. ആണെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഇപ്പോൾ വന്നാൽ വന്ന വെള്ളം ഉള്ള വെള്ളത്തിനെയും കൊണ്ടുപോകും. ഒരാളെങ്കിലും അയാളുടെ കൂട്ടത്തിൽ ഈ പാർട്ടി വന്നിട്ടില്ല. പിന്നെ അയാളെ കൊണ്ടുവന്നപ്പോൾ എഴുന്നേറ്റിന് എന്താ കാര്യം? അത് ഭൂരിപക്ഷത്തെ ബാധിക്കുന്നു പറയില്ല. BJPനെ അവരകത്തെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും സൗന്ദര്യ പണക്കങ്ങളും അവർ യോജിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാഹുലിന്റെ ഒരു സ്ഥാനാർത്ഥിത്വമൊക്കെ താങ്കളുമായി ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല. ഞാൻ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിനെ അനുകൂലിച്ചു അതിന് യാതൊരു തർക്കവുമില്ല. എന്നോട് ആരും ചോദിച്ചിട്ടില്ല. രാഹുൽ ഡിക്ലെയർ ചെയ്തപ്പോൾ ഞാൻ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. രാഹുലിന് വേണ്ടി സപ്പോർട്ട് ചെയ്തു. രാഹുൽ ഒരു നല്ല സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രാഹുൽ ഒരു മിടുക്കനാണ്. യൂത്ത് കോൺഗ്രസ്സിൽ നല്ല ഇതുള്ളതാണ്, ഒരു ഫൈറ്ററാണ്. ആ നിലയ്ക്ക് അത് എത്രത്തോളം പാലക്കാടുകാർക്ക് യോജിച്ചു എന്നുള്ളത് നമുക്ക് 23-ാം തീയതി അറിയാം. ഒരു നേരിയ ഭൂരിപക്ഷം ഉണ്ടാവുള്ളെന്നാണ് അങ്ങ് പറയുന്നത്. എന്താ? ഞാൻ അദ്ദേഹം ജയിക്കും തന്നെയാണ് ഇപ്പോൾ എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അല്പം ഭൂരിപക്ഷത്തിൻ്റെ കണക്കൊപ്പം എനിക്ക് പറയാൻ അറിയില്ല. പാലക്കാട്ടിൽ 70% വോട്ടുണ്ട് എന്നാണ് ഇന്നലെ TV ഒക്കെ പറഞ്ഞത്. അത് 68 എന്ന് പറഞ്ഞു. അതാരെ ബാധിക്കാതെ BJPൻ്റെ വോട്ട് മുഴുവൻ അവർ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും. CPM-നോട് വലിയ കാര്യമില്ല ടൗണിൽ. എന്തായാലും മുതിർന്ന നേതാവായ VS വിജയരാഘവൻ അദ്ദേഹത്തിൻ്റെതായ വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പിറ്റേന്നുള്ള ഈ രാവിലെ തന്നെ അദ്ദേഹം അത് വ്യക്തമാക്കി കഴിഞ്ഞു. ക്യാമറാമാൻ വിജേഷ് പുതുവാശ്ശേരിക്കും അനിലിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്. VS വിജയരാഘവനുമായി സംസാരിച്ചത് ബിജു പങ്കജാണ്. ബിജു പങ്കജ് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ബിജു, പാലക്കാടിന്റെ പൾസ് അറിയുന്ന നേതാവാണ് വിജയരാഘവൻ. മുൻ MP ആണ്, മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു, അതൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ അതിലപ്പുറം അത് പാലക്കാട് ഒരു തിരിച്ചടി ഉണ്ടായേക്കും. ഒരു ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം BJPക്ക് അനുകൂലമായി ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. പറഞ്ഞ കാര്യം കറക്റ്റാണ്. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും നമ്മുടെ സംസാരിച്ചതിന് ശേഷം ക്യാമറ ഒപ്പിക്കുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സന്ദീപ് വാര്യർ തിരിച്ചടിച്ച ഒരു സർജിക്കൽ സ്ട്രൈക്കായി പോയി. ഒരു കൂടിയാലോചനയില്ലാതെ ചെയ്തു. പ്രധാന നേതാക്കൾ പോലും, പാലക്കാട്ടെ പ്രധാന കോൺഗ്രസ് നേതാക്കൾ പോലും അവരോട് പോലും ആലോചിക്കാതെ എടുത്തൊരു തീരുമാനം എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അത് VD സതീശൻ എടുത്ത തീരുമാനമായിരുന്നു എന്നാണ് ഇവർ അടക്കം പറയുന്നത്. ക്യാമറയിൽ അവർ നമ്മളോട് തുറന്ന് പറയുന്നില്ലെങ്കിലും അനൗദ്യോഗിക സംഭാഷണങ്ങളിൽ തിരിച്ചടിച്ചു സന്ദീപ് വാര്യരുടെ വരവ് എന്നാണ് പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഈ പാലക്കാട് നഗരസഭയിൽ തന്നെ കൃഷ്ണകുമാറിനോട് എതിർപ്പുള്ള, അല്ലെങ്കിൽ BJPയിലെ ഇപ്പോഴത്തെ പോക്കിനോട് എതിർപ്പുള്ള ഒരുപാട് കൗൺസിലർമാരടക്കമുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ കോൺഗ്രസ് നേതാക്കൾ നിരന്തരമായ, ഇവിടുത്തെ ജില്ലാ നേതാക്കൾ നിരന്തരമായ സമ്മർദ്ദം പുലർത്തി അത് കോൺഗ്രസിന് അനുകൂലമാക്കുന്ന ഒരു സാഹചര്യം വന്നിരുന്നു. അതിനുശേഷമാണ് ഈ സന്ദീപ് വാര്യരുടെ ഈ വരവ് നടക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇവരാരും ഫോൺ എടുക്കാതെയായി. ആകെ ആ നീക്കങ്ങളെല്ലാം പാളി.
കൃഷ്ണകുമാറിന് അനുകൂലമായ ഒരു തരംഗം, അതായത് കൃഷ്ണകുമാറിന് അനുകൂലമായ തരത്തിലേക്ക് കാര്യങ്ങൾ മാറി സന്ദീപ് വാര്യരുടെ വരവെന്നാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ നമ്മളോട് അനൗദ്യോഗികമായി പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു ഓപ്പറേഷൻ അവർ നടത്തുന്നുണ്ടാകാം. കാരണം കൃഷ്ണകുമാറിൻ്റെ അതൃപ്തി, അദ്ദേഹത്തിനെതിരായ അതൃപ്തി മുതലെടുക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നതിനിടയിലാണ് സന്ദീപ് വാര്യരുടെ കെട്ടിയിറക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ BJPയിൽ അതൊരു ഐക്യമുണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ കൗൺസിലർമാരുമൊക്കെ അവരുമായിട്ടുള്ള ചർച്ചകളൊക്കെ പിന്നോക്കം പോയി, പിന്നെ അവർ ഫോൺ എടുക്കാതായി. അത് കൃഷ്ണകുമാറിന് അനുകൂലമായി. കാരണം അവസാന നിമിഷം BJPയെ ഒറ്റുകൊടുത്ത രീതിയിൽ ആ തരത്തിലേക്കൊരു സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് പിന്നീട് കോൺഗ്രസ്സിലെത്തിയതിനു ശേഷം BJPക്കെതിരായി സന്ദീപ് വാര്യരുടെ പ്രസ്താവനകളുമൊക്കെ BJPയിൽ ഒരു ഐക്യമുണ്ടാക്കിയെടുത്തു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറയുന്നത്. അത് ഒരു പരസ്യ പ്രതികരണമായി മുതിർന്ന നേതാവ് VS വിജയരാഘവനിലൂടെ പുറത്തു വന്നേയുള്ളൂ. ഒരുപക്ഷെ രാഹുലിന് ഭൂരിപക്ഷം കുറഞ്ഞാലും BJPക്ക് വോട്ട് കൂടിയാലും ഒരുപക്ഷെ രാഹുൽ പരാജയപ്പെട്ടാലും ഒക്കെ വലിയൊരു സ്ഫോടനാത്മകമായ അന്തരീക്ഷം ഇത് കോൺഗ്രസ്സിൽ ഉണ്ടാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജില്ലയിലെ നേതാക്കൾ, ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊന്നും ആലോചിക്കാതെ VD സതീശൻ നേരിട്ടെടുത്ത ഒരു തീരുമാനമാണ് സന്ദീപ് വാര്യർ എടുക്കുന്നതിലൂടെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും അതിന്റെ ആദ്യ പരസ്യ പ്രതികരണമായിട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ചർച്ചകൾ നടന്നില്ല. അവിടെയുള്ള ജില്ലാ നേതാക്കൾക്ക് മറ്റ് ആളുകളുടെ പേരുകൾ അവർ അയച്ചിട്ട് നമ്മൾ കത്ത് വിവാദമൊക്കെ കണ്ടു. K മുരളീധരൻ അവിടെ മത്സരിക്കണമെന്ന ആവശ്യം അവിടെയുള്ള ജില്ലാ നേതാക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിൽ രാഹുൽ വന്നത് മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് സന്ദീപ് വാര്യർ. ഇപ്പം ഈ ആളുകളോട് അല്ലെങ്കിൽ നേതാക്കളോട് സംസാരിക്കുമ്പോൾ സന്ദീപ് വാര്യർ വന്നതിൽ അപ്പുറം ആ വന്നൊരു ടൈമിംഗ് ആണോ റോങ് ആയി തോന്നുന്നത് അവർക്ക്? തീർച്ചയായും. കാരണം സന്ദീപ് വാര്യരുടെ ഇപ്പോൾ VS വിജയരാഘവൻ പോലും പറയുന്ന 23-ന് ശേഷം മതിയായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ പല പ്രമുഖ നേതാക്കളും ഈ മണ്ഡലത്തിലെയും ജില്ലയിലെയും പ്രമുഖ നേതാക്കളെല്ലാം നമ്മളോട് ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പറയുന്ന ഒരു വലിയ മണ്ടൻ തീരുമാനമായി പോയി, അത് വേണ്ടായിരുന്നു. കാരണം സന്ദീപിൻ്റെ BJPയിലെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് പാലക്കാട് നഗരസഭയടക്കമുള്ളതിൽ കൃഷ്ണകുമാറിനോടുള്ള BJPയിലെ കൗൺസിലർമാരടക്കമുള്ള എതിർപ്പുകൾ അതില്ലാതാക്കി ഒരു യൂണിറ്റി BJPയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ഈ യൂണിറ്റി BJPക്ക് ഒരു മുൻതൂക്കം കൊടുത്താൽ അത് കോൺഗ്രസിൻ്റെ വിജയസാധ്യതയെ ബാധിക്കുമോ, അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറയ്ക്കുമോ, ഇങ്ങനെയുള്ള ആശങ്കകളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും അത് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോഴും അത് ബുമേറാങ്ങായി കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായി. BJPയിൽ ഐക്യമുണ്ടാക്കി, അവർ ഒരു യൂണിറ്റി ഉണ്ടാക്കി. BJPയിലെ അനൈക്യം മുതലെടുക്കുന്നതിനുള്ള കോൺഗ്രസിന്റെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യത്തെ വെടിപൊട്ടലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ VS വിജയരാഘവന്റെ വാക്കുകളെ വ്യാഖ്യാനിക്കാം.